ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അത് ഇന്ന് ഞങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ട് ബേബിയമ്മയുടെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ ബേബിയമ്മേനെയും സുനിച്ചേട്ടനെയും ഒക്കെ മമ്മി പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിരിക്കും. അപ്പോൾ വാവ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം വാവേന്ന് ഞങ്ങൾ സ്വീറ്റായിട്ട് വിളിക്കുന്നതാണ്. ആളുടെ പേര് ആൻറ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ ചാക്കോച്ചനുമായിട്ട് നമ്മൾ ആകെ ഒരു പ്രാവശ്യം അവിടെ പോയിട്ടുള്ളൂ. പിന്നെ നമ്മൾ പോയിട്ടില്ല, നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. ഇപ്പം നല്ല ബിസിനസ്സും കാര്യങ്ങളും. പിന്നെ നമ്മൾ ഇടയ്ക്ക് പരിപാടികളിൽ 2-3 പ്രാവശ്യം കണ്ടെങ്കിലും വീട്ടിൽ നമ്മൾ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ പോകണം. അവരും ഈ പറഞ്ഞ പോലെ രാത്രിയായിരിക്കും ഫ്രീ ആയിട്ടിരിക്കുക. കാരണം അവർ രണ്ടുപേരും വർക്കിംഗ് ആണ്. ഈ പറഞ്ഞ പോലെ പിള്ളേർ രണ്ടുപേരും പഠിക്കാൻ. വാവ എറണാകുളത്താണ്, അലൻ ചെന്നൈക്ക് വീണ്ടും തിരിച്ചു പോയിട്ടോ. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് CA പഠിക്കാനായിട്ട് ചെന്നൈയിലേക്ക് തിരിച്ച് പോയേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വാവയുണ്ടല്ലോ എന്നാൽ വാവയ്ക്ക് വാവയ്ക്ക് എന്നല്ല അലനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ കുറേ നാളായില്ലേ പോയിട്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി അവർ ഓഫീസിൽ നിന്ന് മടങ്ങി വരുന്നത്. അപ്പോൾ മമ്മിയും കുറേ നാളായി പോകണം എന്ന് പറയുന്നതിൽ മമ്മിയുടെ ബിസിനസ് തിരക്ക് കാരണം മമ്മിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വേറെ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ എന്നാൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഡോൺ ചേട്ടൻ മമ്മീനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മിയാണ് എന്നോട് പറഞ്ഞത് നമുക്ക് പോവാം എന്ന് പറഞ്ഞു. ശരി, ആദ്യം ഞാൻ വിചാരിച്ചു പോവണ്ട, പിള്ളേരെയും കൊണ്ട് ഈ പറഞ്ഞ പോലെ പോയാൽ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ ഡോൺ ചേട്ടൻ പറഞ്ഞു ഇല്ല, കുറേ നാളായില്ലേ പോയിട്ട്, നമുക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞപ്പം എന്നാൽ പിന്നെ പോയേക്കാം എന്ന് വിചാരിച്ചു. അമ്മായി ഈ പറയുന്ന പോലെ കൊച്ചിനെ അന്ന് കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങളത് വർത്താനമൊക്കെ പറഞ്ഞ് ലോകകാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ആള് ഞാൻ സുനിച്ചേട്ടനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ വിചാരിക്കും കേട്ടോ, സുനിച്ചേട്ടൻ എങ്ങനെയായിരിക്കും കോടതിയിൽ പോയിട്ട് നിൽക്കുക. അത്രയ്ക്കും പാവമാണ് കേട്ടോ. മിണ്ടുകയോ അങ്ങനെ മിണ്ടാട്ടൊക്കെ ഭയങ്കര കുറവാണ്. പക്ഷേ ആൾ പ്രൊഫഷൻ വൈസ് വക്കീലാണ്. ബേബിമ്മയുടെ മകളും വക്കീലാണ് കേട്ടോ. അപ്പോൾ പൈലോത്ത് വക്കീലിൻ്റെ 2 മക്കളാണ്. അവർ രണ്ടുപേരും വക്കീലന്മാരാണ് കേട്ടോ. അപ്പോൾ ഇവർ അച്ഛൻ എന്നാണ് കേട്ടോ വിളിക്കുക. അച്ഛൻ എന്നല്ലേ അത് തന്നെ ഇവിടെ വിളിക്കുന്ന രീതിയിലൊരു ഇതുണ്ട്. അപ്പോൾ എനിക്ക് പറയുമ്പം ആക്ച്വലി കൺഫ്യൂഷൻ വരും, പിന്നീട് ഓർത്ത് പറയുമ്പോൾ കൺഫ്യൂഷൻ വരും. പൈലോത്ത് വക്കീൽ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് നോ ഡൗട്ട്സ് അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളതും ഇവിടെ തന്നെയാണ് കേട്ടോ. ബേബിയമ്മയുടെ അടുത്ത് തന്നെയാണ് വന്നിട്ടുള്ളതും. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഡോൺ ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് കേസും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് സുനിച്ചേട്ടനാണ്. സോ പണ്ട് പറയായിരുന്നു വെളുപ്പനയോളം ഇരുന്ന് അവിടെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ചിട്ട് വരാറുണ്ടെന്നും. അങ്ങനെ എന്താ പറയുക, അവർക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. ഞങ്ങൾ സത്യം പറഞ്ഞാൽ പോയാൽ വെളുപ്പിനെ തിരിച്ചു വരിക എന്നുള്ളൊരു കണക്കാണ്. ശരിക്കും പിള്ളേരായതിന് ശേഷമാണ് പോയി കുറച്ച് നേരം ഒരു 12 മണിക്ക് മുമ്പൊക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം പോയിട്ട് അപ്പോൾ ഡാഡി വന്നില്ല. ഡാഡിക്ക് ഫുട്ബോൾ കളിയുള്ള സമയത്ത് ഡാഡി എങ്ങോട്ട് വിളിച്ചാൽ വരില്ല, നിങ്ങൾ പൊക്കോ എന്നേ പറയുള്ളൂ. അപ്പോൾ ഒരു ദിവസം അവർ പോയിട്ട് തിരിച്ചു വരുന്ന വെളുപ്പിന് 5 മണിക്കോ 6 മണിക്കോ കണ്ടാണ്. അപ്പോൾ ഡാഡി കഴിച്ചിട്ട് ഡാഡി കിടന്ന് ഉറങ്ങി. അപ്പോൾ ഡാഡി പറയും അവർ കാണാൻ പോയ മനുഷ്യരാ വരുന്നത് തിരിച്ച് 6 മണിക്കാണ്. അപ്പോൾ അതുപോലെ ഇരുന്ന് കാര്യങ്ങൾ ഈ പറയുന്ന പോലെ ചിലപ്പം എന്താ പറയുക, നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടെ പറയാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ളൊരു സ്പേസ് നമുക്ക് അവിടെ ഉണ്ട്. കാരണം മൂത്തൊരു അമ്മ അല്ലെങ്കിൽ മൂത്തൊരു ചേച്ചി എന്നുള്ളൊരു നിലയ്ക്കാണ് നമ്മൾ അവരുടെ അടുത്ത് പോയി ബിഹേവ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ എനിക്കും ആദ്യം വന്ന നാളുകളിൽ സ്ഥിരം പോണൊരു സ്ഥലമാണ് ബേബിയമ്മയുടെ വീടെന്ന് പറയുന്നത് കേട്ടോ. പറഞ്ഞ പോലെ തോമും അവിടെ ഫുൾ എൻജോയ്മെൻ്റായി. വാവയായിട്ട് അവൻ എന്താ പറയുക, അവൻ്റെ തരത്തിലുള്ള ഒരാളെ കണ്ടത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് എൻ്റെ ശബ്ദത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഡോക്ടറിനെ കാണിക്കുക, എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇപ്പോൾ പറഞ്ഞ് എനിക്കും തോന്നി തുടങ്ങി എൻ്റെ ശബ്ദത്തിന് എന്തോ ഒരു പ്രശ്നം ഉള്ളതായിട്ട് കേട്ടോ. വേറൊരാൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, നമ്മളിങ്ങനെ ഓവർ സ്ട്രെയിൻ ചെയ്യുമ്പം ത്രോട്ടിൽ സ്ക്രാച്ചുകൾ വന്ന് വരാറുണ്ട്, കൂടുതലും പിള്ളേരുള്ള അമ്മമാർക്കാണെന്നും പറഞ്ഞു കേട്ടോ. മേ ബി അതായിരിക്കാം, ചിലപ്പം തൈറോയിഡിൻ്റെ ആയിരിക്കാം. ഞാനങ്ങനെ പ്രോപ്പർ കെയർ ഒന്നും കൊടുക്കണില്ല. എനിക്കത് ബുദ്ധിമുട്ടായി തുടങ്ങി. ഇപ്പം പറഞ്ഞപ്പോഴാണോ എന്നൊന്നും എനിക്കറിയില്ല, എൻ്റെ മൈൻഡിലത് കയറി തുടങ്ങി. അപ്പം അധികം വയ്യാതെ ഡോക്ടറിനെ കാണിക്കണം, അല്ലെങ്കിൽ അതെനിക്കൊരു വലിയൊരു സ്റ്റേജിലേക്ക് പോകുമെന്ന് എനിക്കിപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി. തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് തന്നെ അതും പേടിക്കണം. കുറേ പേര് പറഞ്ഞിരുന്നു കേട്ടോ, ഞാൻ കമൻസ് കണ്ടിരുന്നു, എനിക്ക് റിപ്ലൈ ഒന്നും തരാൻ പറ്റിയില്ല. പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് പേര് പറഞ്ഞു ഇങ്ങനെ ത്രോട്ടിൽ സ്ക്രാച്ചസ് വന്നാലും ഇങ്ങനെ വരാറുണ്ട്. അപ്പം കൂടുതലും പറയുക വോയിസ് റെസ്റ്റും മെഡിസിൻസുമാണ്. ഇതിൽ പറഞ്ഞ വോയിസ് റെസ്റ്റ് എനിക്ക് പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല.
എന്നാലും ഞാൻ ഹോസ്പിറ്റലിൽ പോകണം, കാരണം എനിക്ക് ഗൈനീനെ കാണാൻ ടൈം ആയിട്ടുണ്ട്. സോ അതിന് പോകണം. അപ്പോൾ ഇതേ തോമുകൂടെ വാവയുടെ കൂടെ വർത്താനം പറഞ്ഞ് കളിച്ച് നടക്കുകയാണ് കേട്ടോ. അവൻ ഇത്രയ്ക്കും ഇംഗ്ലീഷ് പറയും എന്നുള്ളത് ഞങ്ങൾക്ക് ഇന്നലെ രാത്രിയാണ് മനസ്സിലായത്. കാരണം വാവ എന്ത് ഇംഗ്ലീഷിൽ നമ്മൾ ചോദിക്കുമ്പോൾ അവൻ റിപ്ലൈ തരുമെങ്കിലും ഇത്രയ്ക്കും ആധികാരികമായിട്ട് അവന് കാര്യങ്ങൾ അറിയാവുന്നുള്ളത് ഇന്നലെയാണ് കേട്ടോ മനസ്സിലായത്. പിന്നെ ഈ ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നം പിന്നെ ഞാൻ ഉറങ്ങി എണീറ്റതേ ഉള്ളൂ കേട്ടോ. ഇന്ന് സൺഡേ ആണ്, നമ്മൾ മാർക്കറ്റിലൊന്നും പോണില്ല. ഡോൺ ചേട്ടനും മമ്മിയും ഡാഡിയും ഒക്കെ നെസ്റ്റോയിൽ സുനാമി ഓഫറിന് പോയേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും പിള്ളേരും ഇല്ല, കാരണം തോമുവിനെ കൊണ്ടുപോയാൽ ആകെ പ്രശ്നമാവും. ഡോൺ ചേട്ടനും പറഞ്ഞ പോലെ മനസ്സമാധാനമായിട്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി തൊട്ട് ഞാനും തോമുവാണ് ഡാറ്റ പോണത്, നിങ്ങൾ ആരുടെ കൂടെ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മേ ബി ഉച്ച കഴിഞ്ഞ് എനിക്കിപ്പം മമ്മി പറഞ്ഞു ഡിവൈൻ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ പോയിട്ട് വന്ന് ഒരു കുറച്ച് അമൗണ്ട് പൊട്ടിച്ചതല്ലേ ഉള്ളൂ, ഇനി ഞാൻ വന്നാൽ ശരിയാവും. സംഭവം പോയാൽ നമുക്ക് എനിക്ക് പറഞ്ഞ പോലെ ചാക്കോച്ചന് കുറച്ച് പുതിയ ഡ്രസ്സുകൾ എടുക്കണമെന്നുണ്ട്. കാരണം അവനെ നമ്മൾ അങ്ങനെ പുറത്ത് കൊണ്ടുപോകാത്തതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ ഡ്രസ്സുകൾ സ്റ്റോക്കില്ല. ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വലുതാവുന്നതുകൊണ്ടും അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇത്രയും നാളും പുറത്തിടുന്ന ഡ്രസ്സ് ചിനിക്കൂട്ടി തന്ന ഡ്രസ്സാണ് ഞാൻ മാറി ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഇടയ്ക്കാണ് ഫസ്റ്റ് ക്രൈയിൽ ഓഫർ വന്നപ്പോൾ 2-3 ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഉള്ള ഡ്രസ്സുകളൊക്കെ അങ്ങനെ ഇവിടെ തകൃതിക്ക് വർത്താനവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പയും മോനും കൊഞ്ചൊക്കെ ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. തോമു വാവേനെ വിട്ടൊരു മൂമെൻ്റ് ഇല്ലായിരുന്നു. കാരണം വാവ എവിടെ പോയാലും വാവയുടെ പുറകെ നിഴൽ പോലെ പോവുക. അവനെ സംബന്ധിച്ച് അവനെങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ്റെ കൂടെ ഇരിക്കണം, അവനോട് വർത്താനം പറയണം, അവനെ എൻകറേജ് ചെയ്യണം. അതാണോ ഇതാണോ, അതായത് നമ്മളൊന്നും അറിയാത്ത രീതിയിൽ നിന്നാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവരിങ്ങോട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. അതേസമയം നമുക്ക് ചൊറിയാൻ നിന്നാൽ അവൻ തിരിച്ച് നല്ല രീതിയിൽ മാന്തും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് അവൻ്റെ. അതായത് അവനിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അതായത് കാറിനെ കുറിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പ്രേതപ്പടത്തിനെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിനെ മാക്സിമം എൻകറേജ് ചെയ്താൽ അവനതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത് വാവ എങ്ങനെയാണെന്ന് വെച്ചാൽ അവനോട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവനത് ഇംഗ്ലീഷിൽ തന്നെ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ വാവ ചോദിക്കും ഇവൻ ഈ പ്രായത്തിൽ ഇതൊക്കെ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു എന്ത് വീഡിയോസാണ് ചേച്ചി അവൻ കാണുക എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവനാകെ കാണുക ബ്ലിപ്പിയും ഈ പറഞ്ഞ പോലെ ഡയന ആൻഡ് റോമയാണ്. ഇടയ്ക്ക് അവൻ തന്നെ ഇരുന്ന് കളിക്കുന്നൊരു സമയമുണ്ട് കേട്ടോ. ഉച്ച കഴിഞ്ഞ് ചാക്കോച്ചനതാ ഉറങ്ങുകയാണെങ്കിൽ അവൻ തന്നെ ഇരുന്ന് കളിക്കുന്ന സമയത്ത് അവൻ ഡയന ആൻഡ് റോമയായിട്ട് മാറും. അപ്പോൾ അതായത് കാറൊക്കെ വെച്ചിട്ട് ഡയന ഡോൺ വറി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്കും ഈ പറയുന്ന പോലെ ഒരു സമയപരിധി ഉള്ളതുകൊണ്ട് അവൻ ഉറങ്ങുന്ന സമയത്ത്, അതായത് ചാക്കോച്ചൻ ഉറങ്ങുന്ന സമയത്ത് അവൻ്റെ കൂടെ ഇരുന്ന് കളിക്കുക വർത്താനം പറയുക എന്നൊക്കെ ഉണ്ടെങ്കിലും ഇത്ര ആധികാരികമായിട്ടിരുന്ന അവൻ്റെ കാര്യങ്ങൾ ശരിക്കും എനിക്ക് നോക്കാൻ പറ്റാറില്ല. എനിക്ക് ഈ പറഞ്ഞ കോൾഡ് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. റണ്ണിങ് ന്യൂസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേ ചാക്കോച്ചൻ വാവയുടെ ബുക്കുകളൊക്കെ വലിച്ചിടാൻ തുടങ്ങി. ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഡുമ്മെന്നൊരു ശബ്ദം കേട്ടു. അപ്പോൾ അവൻ വാവ വെച്ചിരിക്കുന്ന ബുക്സൊക്കെ വലിച്ചിടുക അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കടന്നു കേട്ടോ. ആളത്ര മിടുക്കനൊന്നുമല്ല. ആള് ചില്ലറക്കാരനല്ല, മിടുക്കനെന്നല്ല ചില്ലറക്കാരനല്ല. അവന് ചെയ്യാൻ പറ്റുന്ന കുറുമ്പുകളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ പറയായിരുന്നു തോമു ഈ പ്രായത്തിലൊക്കെ ഭയങ്കര പാവമായിരുന്നു, എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കും കേട്ടോ, മുക്കിലിരിക്കും, അങ്ങനെയായിരുന്നു. പക്ഷേ ഇവൻ നേരെ ഓപ്പോസിറ്റാണ്, ഇപ്പോഴേ വയലൻ്റാണ്. തോമു എനിക്കൊന്നൊരു 2 വയസ്സിന് ശേഷം കുട്ടി കുറുമ്പുകൾ തുടങ്ങിയെങ്കിൽ 3 വയസ്സിന് ശേഷം, അതായത് ഡേ കെയറിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴേ അവന് തോന്നി ഞാനൊന്നും അല്ല, ഇതിലും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവർ 3 പേരും കളി തുടങ്ങി. വാവയെ സംബന്ധിച്ച് വാവയ്ക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിന്നലെ വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അവിടെ നമുക്ക് ചിലർ വീട്ടിൽ പോയാൽ അവർക്ക് വ്ളോഗ് എടുക്കുന്നൊന്നും ഇഷ്ടമില്ലാണ്ട് വരും. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ നമുക്കത് അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യാറില്ല. അപ്പോൾ മമ്മിയും പറഞ്ഞു ഒന്നും നോക്കണ്ട ഡിവൈൻ എടുത്തോ എന്ന് പറഞ്ഞു. പിന്നെ മമ്മി പച്ചക്കൊടി കാണിച്ച സ്ഥിതിക്ക് ഞാനും പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനി അധികം നേരം നിൽക്കണില്ല, കാരണം പിള്ളേരൊക്കെ ചാക്കോച്ചൻ ഓൾറെഡി ഒരു കുത്തി ഉറങ്ങി. ആ ഉറക്കം അവിടെ നിന്ന് ഇറങ്ങിയ വഴി അവൻ എഴുന്നേറ്റു. പിന്നെ എനിക്ക് നല്ല സുഖമായിരുന്നു, അവൻ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ തോമു വണ്ടിയിൽ കയറി ആ വഴി ഉറങ്ങിപ്പോയി. തോമു രാവിലെ ഒന്നും ഉറങ്ങിയിട്ടില്ല, നല്ല വർക്കായിരുന്നു കേട്ടോ. ശനിയാഴ്ച നമുക്കറിയാമല്ലോ, അവനെ സംബന്ധിച്ച് അവന് നല്ല വർക്കാണ്. എനിക്ക് തോന്നുന്നു ഈ സൗണ്ടിൻ്റെ പ്രശ്നം കോൾഡ് തന്നെയാണ്, കാരണം എൻ്റെ മൂക്കൊക്കെ അടഞ്ഞു. തണുത്ത വെള്ളം കുടിച്ചാൽ അമ്മ എപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ പറയും നീ തണുത്ത വെള്ളം കുടിക്കരുത്, നിനക്ക് തണുത്ത വെള്ളം പറ്റില്ല ഇതൊക്കെ പറയും കേട്ടോ.
പക്ഷേ ഇതിപ്പോൾ കുറേ പേര് പറഞ്ഞപ്പം എനിക്ക് ഡബിൾ മൈൻഡഡായി. ഇനി എൻ്റെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, തൈറോയിഡിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ ഉള്ളത്. എനിവേ ഡോക്ടറിനെ കാണണം, അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതും ഈ പറഞ്ഞ ടൈം ഗ്യാപ്പിൻ്റെ ഒരു പ്രശ്നമായി മാറി തുടങ്ങിയിട്ടുണ്ട്. എനിവേ ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ ഇത് നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങാൻ പോവാണ്. സുനിച്ചേട്ടനും പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സുനിച്ചേട്ടന് കൊഞ്ചിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇറങ്ങാൻ നേരത്താണ് തോമു ഒന്ന് സെറ്റായത്. കാരണം എല്ലാവരും ഓരോ മുക്കിലിരുന്ന് വർത്തമാനങ്ങൾ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വൈകിക്കേണ്ട, നമുക്ക് വേഗം വീട്ടിൽ പോകാം. കാരണം അവിടെ ഉറങ്ങി ഇവിടെ ഉറങ്ങി വരുമ്പോഴത്തേനും പിള്ളേർ എഴുന്നേക്കും. പിന്നെ എനിക്കതൊരു പോസ്റ്റാണ്. അപ്പോൾ അതേ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ തോമുവിന് സത്യം പറഞ്ഞാൽ അവിടെ നിന്നാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പോവുകയാണല്ലോ, അപ്പോൾ പിന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അങ്ങനെ സുനിച്ചേട്ടൻ പറയുകയാണ് ഞാൻ മുടി വെട്ടുന്നില്ല, അടുത്ത പ്രാവശ്യം വായോ. അപ്പോൾ പറയാം ഞാൻ സുനിച്ചേട്ടൻ വെടിവെച്ച് കൊല്ലും എന്നൊക്കെ പറയാണ്. തോമുവിനെ സംബന്ധിച്ച് മുടി വെട്ടുക എന്ന് പറഞ്ഞാൽ ആളെ കൊല്ലും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ മുടി വെട്ടുന്നത് അങ്ങനെയാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചു എലി കാറിയ പോലെ ആയല്ലോ എന്ന്. ആ വെട്ടിയ പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ബാത്റൂമിലിട്ട് ലോക്ക് ചെയ്തിട്ട് വെട്ടിയതാണ്. അതിനെ സംബന്ധിച്ച് മുടി വെട്ടാൻ സമ്മതിക്കില്ല. അതെനിക്ക് വലിയൊരു ജോലി തന്നെയാണ്. കിട്ടുന്ന ഗ്യാപ്പിൽ ഞാൻ ഈ പ്രാവശ്യം മനസ്സറിഞ്ഞ് ഞാൻ വെട്ടിയതാണ്. ഒരൊറ്റ വെട്ടി ഞാൻ കൊടുത്തു. കാരണം ഇനി അവൻ എന്നാ സമ്മതിക്കുക എന്നുള്ളത് അവന് മാത്രമേ അറിയുള്ളൂ കേട്ടോ. അങ്ങനെ അതേ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. നമ്മുടെ സെയിം നട പോലെ ഫീൽ ചെയ്യുന്നില്ലേ. അപ്പോൾ ബേബിയമ്മായി ഞങ്ങൾ ഇന്നപ്പോൾ ആക്ച്വലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എഴുന്നേക്കാറായപ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് കേട്ടോ.